ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനിലെ ISIയും ഒപ്പം തന്നെ ISISും മറ്റ് ഭീകര സംഘടനകളുമെല്ലാം ചേർന്ന ഒരു സംയുക്ത മുന്നണി രൂപീകരിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലടക്കമുള്ള സ്ലീപ്പർ സെല്ലുകളും മുഡൂളുകളും ആക്റ്റീവാക്കിക്കൊണ്ട് ഇന്ത്യയിൽ ഉടനീളം ഭീകരാക്രമണം സൃഷ്ടിക്കാനാണ് പുതിയ നീക്കം. ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറേസൻ പ്രവിശ്യയ്ക്കായിരിക്കും ഇതിൻ്റെ ചാർജ്. ഇത് അനുസരിച്ച് ISI, അതായത് പാകിസ്ഥാൻ ചാര സംഘടനയായ ISI നിയന്ത്രിക്കുന്ന ഒരൊറ്റ ഫോറമായിരിക്കും ഇനി ഈ ഇന്ത്യയിലുള്ള ഭീകരവാദ സംഘടനകളെല്ലാം തന്നെ. നിലവിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീകരവാദ സംഘടനകളാണ് ദക്ഷിണേന്ത്യയിൽ പിടിമുറുക്കിയിരിക്കുന്നതെങ്കിൽ അൽ-ഖ്വയ്ദ അടക്കമുള്ളവരാണ് മറ്റിടങ്ങളിൽ പിടിമുറുക്കിയിരിക്കുന്നത്. അങ്ങനെ എല്ലാ സംഘങ്ങളെയും കൂടെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു വലിയ നീക്കമാണ് നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിൽ പോരാടുന്നവർക്കെതിരെയും താലിബാനെതിരെയും ഒക്കെ ഈ സംഘം പ്രവർത്തിക്കും. നിലവിൽ അവരുടെ ബ്ലൂ പ്രിന്റ് തയ്യാറായിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഭീകര സംഘടനയാണ് ABT. വടക്ക് കിഴക്കൻ മേഖല, ആ മേഖലയിലായിരിക്കും, അല്ലെങ്കിൽ വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ ആയിരിക്കും ഭീകരപ്രവർത്തനങ്ങൾ നടത്തുക. GMB എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ മറ്റൊരു ഭീകര സംഘടന പശ്ചിമ ബംഗാൾ കേന്ദ്രീകരിക്കാനും, ഹുജി, നിലവിൽ അനവധി മൊഡ്യൂളുകളും സ്ലീപ്പർ സെല്ലുകളും ദക്ഷിണേന്ത്യയിലുള്ള ഹുജി കൂടുതൽ ദക്ഷിണേന്ത്യയിൽ ആക്രമണങ്ങൾ നടത്താനുമാണ് ഇപ്പോൾ ഈ ഭീകര സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ദക്ഷിണേന്ത്യയിൽ പഹൽഗാം മോഡൽ ഭീകരാക്രമണം നടത്തുമ്പോൾ അതേസമയം തന്നെ കാശ്മീരിൽ ഭീകരാക്രമണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഭീകര സംഘടനകളുടെ പുതിയ നീക്കത്തിന് കാരണം എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ഇതിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് ഈ ആഭ്യന്തരപരമായി നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പാകിസ്ഥാനെതിരെ ഉടനടി ആക്രമണത്തിന് തുനിയുകയുമില്ല എന്നൊരു കണക്കൂട്ടലാണ്. ആ സമയം കൊണ്ട് ഇന്ത്യയിൽ കൂടുതൽ കലാപങ്ങളും ഒപ്പം തന്നെ സംഘർഷങ്ങളും സ്ഫോടനങ്ങളും നടത്താമെന്ന് ഈ ഭീകര ഗ്രൂപ്പുകളും കരുതുന്നു.